നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ യുക്തിവാദികൾ, എക്സ് മുസ്ലിംസ്, നിരീശ്വരവാദികൾ ഇവരെ എല്ലാവരെയും ഒരു ഗണത്തിലാണ് പലപ്പോഴും മലയാളികൾ പെടുത്താറുള്ളത്. പല മലയാളികൾക്കും നിരീശ്വരവാദികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് എക്സ് മുസ്ലിം എന്നോ യുക്തിവാദികളെന്നോ അങ്ങനൊരു വിഭാഗമുണ്ടെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ലാത്തവർക്ക്, സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ളവർക്ക് ഇങ്ങനൊരു വിഭാഗമുണ്ടെന്നറിയാം. പക്ഷേ അവരെ എല്ലാം ഏതാണ്ട് എല്ലാവരും ഒരേ ഗണത്തിലുള്ളവരാണ് എന്നാണ് പൊതുവായൊരു ധാരണ. എന്നാൽ അങ്ങനെയല്ല. കാരണം ഈ നിരീശ്വരവാദികളെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അസ്തിത്വത്തെ പാടെ നിരാകരിക്കുന്നവരാണ്. അതിന് അവർക്ക് യുക്തി സഹമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടാണോ അവരങ്ങനെ ചെയ്തത്, അതോ യുക്തിക്ക് നിരക്കാതെ അവരങ്ങ് തീരുമാനിച്ചു? അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ യുക്തിയില്ല, അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പെട്ടെന്നൊരു വികാരമുണ്ടായി, ഈശ്വരനില്ല എന്നവരങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണോ അവർ നിരീശ്വരവാദികളായെന്നറിയില്ല. അവരുടെ ഇടയിൽ യുക്തിവാദികളുണ്ടാവാം, യുക്തി ഇല്ലാത്തവരും ഉണ്ടാകാം. എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ഇടയിലും നിരീശ്വരവാദികളും യുക്തിവാദികളും ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായി, അടിസ്ഥാനപരമായി അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. ആ മതത്തിലുള്ള പുഴുക്കുത്തുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വന്നവരാണ്. യുക്തിവാദികൾ എന്ന് പറയുന്നത് അവർ വിശ്വാസികൾ വരെ ആകാം. കാരണം അവരുടെ വിശ്വാസം പോലും യുക്തി കൊണ്ട് മനനം ചെയ്ത് അതിനെ വിശകലനം ചെയ്ത് അവരുടെ യുക്തിക്കനുസരിച്ച് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യുന്ന ഏതൊരു വസ്തുതയാണ്. അതിപ്പോൾ മതവിശ്വാസമായാലും ശരി, ശാസ്ത്രവിശ്വാസമായാലും ശരി, അങ്ങനെയാണ് അതിൻ്റെ ഒരു തരംതിരിവ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇത് ഈ ഒരു ആമുഖമായി ഇത്രയും പറയുവാനുള്ള പ്രധാന കാരണം, കേരളത്തിൽ ഈ മൂന്ന് വിഭാഗങ്ങളെയും മൂന്ന് ശാഖകളെയും ഒരേ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ആ ഗണത്തിൽ ഒരു വലിയ അന്തർയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അന്തർയുദ്ധമെന്ന് ഉള്ളതിലേക്ക് വരാം. അതിനു മുൻപ് അതിൻ്റെ കാരണം, അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നത് ഏവർക്കും അറിയാവുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള എക്സ് മുസ്ലിംസിനെ പിന്തുടരുന്ന പ്രേക്ഷകർക്ക് അറിയാവുന്ന ഏറ്റവും പരിചിതമായൊരു മുഖമാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത്. ആരിഫ് ഹുസൈൻ തെരുവത്ത് പലപ്പോഴും ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ എന്നുള്ളതുപോലെ തന്നെ ഈ എക്സ് മുസ്ലിംസിൻ്റെ ഇടയിലും വലിയ വിവാദങ്ങളും കൊടുങ്കാറ്റുകളും ഉയർത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം എക്സ് മുസ്ലിംസിൽ പൊതുവെ കാണപ്പെടുന്നൊരു ഗുണാംശം, ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അവർ എപ്പോഴും ഇടതുപക്ഷ അനുഭാവികളായിരിക്കും. അവരും അതെ, ഈ നിരീശ്വരവാദികളും അതെ, കേരളത്തിൽ യുക്തിവാദികളാണ് തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളും അതെ. അത് എ ജബ്ബാർ ആകട്ടെ, കാരശ്ശേരി ആകട്ടെ, എൻ കാരശ്ശേരി ആകട്ടെ, അതിനുശേഷം വന്നിട്ടുള്ള ലിയാഖത്ത് വരെയുള്ളവർ. എന്നാൽ ആരിഫ് ഹുസൈൻ ഇവരിൽ നിന്നൊരല്പം വ്യത്യസ്തനാണ്. അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയല്ല. സംഘപരിവാറിന് എതിരെ പലപ്പോഴും അദ്ദേഹം സംസാരിക്കാറുണ്ട്. എന്നാൽ പോലും സ്വന്തം യുക്തി ഉപയോഗിച്ച് സംഘപരിവാറിൻ്റെ പക്ഷവും ഒരു വിഷയത്തിൽ കേൾക്കുവാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അതിന് അദ്ദേഹം തയ്യാറാണ്. എന്നാൽ ഈ എ ജബ്ബാർ മുതൽ ലിയാഖത്ത് അലി വരെ ഉള്ളവർ അടിസ്ഥാനപരമായിട്ട് സംഘപരിവാറിനോട് ഒരു അയിത്തം കൽപ്പിക്കുന്ന, ഒരു യുക്തിയുമില്ലാത്ത ഒരു അയിത്തം കൽപ്പിക്കുന്ന, ആ എന്തുകൊണ്ടങ്ങനെ ഒരു അയിത്തം കൽപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളിലും ഇവർക്ക് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ പണ്ട് കാലങ്ങളിൽ കിട്ടിയിട്ടുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ആത്യന്തികമായി ചെറുപ്പകാലം മുതൽ തന്നെ ഈ കമ്മ്യൂണിസം എന്നുള്ള ഒരിക്കലും നടക്കാത്തൊരു ദുഷിച്ച സ്വപ്നം, ആശയം തലയ്ക്കകത്ത് കയറി ഉറച്ചു പോയിട്ടുള്ളത് കൊണ്ടോ ആയിരിക്കാം സംഘപരിവാറിനെ അവർ എതിർക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ അവർ എതിർക്കാറുണ്ട്, അനുകൂലിക്കാറില്ല. അനുകൂലിക്കുന്നവരെ എപ്പോഴും തള്ളിപ്പറയാറുമുണ്ട്. ഇതാണ് ഇപ്പോഴിവിടെയുള്ള ഉരസലിനുള്ള പ്രധാന കാരണമായി വന്നു ഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എ ജബ്ബാറും ലിയാഖത്ത് അലിയും ആ ഒരു വിഷയത്തിൽ ആണ് ആരിഫ് ഹുസൈനെ അവർ കുറ്റപ്പെടുത്തുന്നത്. കാരണം ആരിഫ് ഹുസൈൻ ഒരു സംഘപരിവാർ അനുഭാവിയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഗുണവിശേഷമുണ്ടല്ലോ, ഈ ഒരു ഗുണാംശം എക്സ് മുസ്ലിംസിൽ കാണുന്ന, യുക്തിവാദികളെന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചുള്ളൂ, അതിലേക്ക് ഞാൻ വരാം. കാരണം ഈ കൂട്ടത്തിൽ ഒരു യുക്തിവാദി എന്നുള്ള ശരിയായ വ്യാഖ്യാനത്തോട് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ആരിഫ് ഹുസൈനാണ്. കാരണം എല്ലാ കാര്യങ്ങളെയും യുക്തിസഹമായി സമീപിക്കുക എന്നുള്ളൊരു മനോഭാവവും ഒരു രീതിയും പ്രവർത്തന രീതിയും അദ്ദേഹത്തിൽ കണ്ടുവരാറുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംഘപരിവാറിനെ കണ്ണുമടച്ച് എതിർക്കാതെ സംഘപരിവാറിൻ്റെ ഭാഗവും കേട്ടിട്ട് തീരുമാനിക്കാം നമുക്ക്. അദ്ദേഹം സംഘപരിവാറിനെ വിമർശിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ അമ്പുകൾ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് ഇസ്ലാം എന്ന മതത്തിനെയാണ്. അത് സ്വാഭാവികമായി അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്ന എക്സ് മുസ്ലിം എന്നാണ്. യുക്തിവാദി എന്ന് അപൂർവമായ സ്വയം അദ്ദേഹം വിശേഷിപ്പിക്കാറുള്ളൂ. തമാശയായിട്ട് മറ്റ് പല വിശേഷണങ്ങളും അദ്ദേഹം സ്വയം എടുത്ത് അണിയാറുണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ലണ്ടനിൽ
അദ്ദേഹം നടത്തിയൊരു സന്ദർശന വേളയിൽ ഏതോ ഒരു പണ്ഡിതനുമായി അദ്ദേഹം വാഗ്വാദം നടത്തി തോറ്റു എന്നുള്ള രീതിയിൽ ഇസ്ലാമിസ്റ്റുകൾ വലിയ പ്രചാരണം ഒരു വീഡിയോയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ ആ വീഡിയോ കൊണ്ട് സംഭവിച്ചത് അടിസ്ഥാനപരമായിട്ട് സ്വന്തം മകളെ വിവാഹം ചെയ്യുവാനായിട്ട് ഇസ്ലാം മതവിശ്വാസികളെ അനുവദിക്കുന്നുണ്ട് എന്നുള്ള മതനിയമം പുറത്തു വരികയും ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായൊരു ഫലം. ആ വിഷയത്തെ സംബന്ധിച്ച് പ്രത്യേകം ഒരു വീഡിയോ സാധ്യമാണെങ്കിൽ ആരിഫ് ഹുസൈനോട് തന്നെ ഒന്ന് സംസാരിക്കുന്ന രീതിയിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എ ജബ്ബാറിൻ്റെയും ലിയാഖത്ത് അലിയുടെയും ഒക്കെ ആരിഫ് ഹുസൈന് നേരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ആരിഫ് ഹുസൈൻ ഒരു സംഘപരിവാർ അനുഭാവിയാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ. ഞങ്ങൾ ആരിഫ് ഹുസൈനിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നുള്ളത്. ഈ പശ്ചാത്തലത്തിൽ ഇവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇടതുപക്ഷ മനോഭാവം അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്കുള്ളൊരു ചായ്വ് ആണ് ഇവരെ പ്രാഥമികമായി ഇതിന് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആരിഫ് ഹുസൈനെ പോലുള്ളവരെ വിമർശിക്കുന്നവരിൽ ഉള്ളൊരു സത്വബോധമുണ്ട്. ഇസ്ലാം മതം വിട്ടുകഴിഞ്ഞാൽ പോലും ഇസ്ലാം മതത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ സാധിക്കാത്തത്ര ആഴത്തിൽ വേരൂന്നി പോയ കുഞ്ഞുകാലം മുതലേ ഉള്ള മതപഠനത്തിൻ്റെ ഒരു പിടുത്തം അവരുടെ ഉള്ളിലുണ്ട്, അവർ പോലും അറിയാതെ. അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എക്സ് മുസ്ലിംസ് എന്നും യുക്തിവാദികളുമെന്നുള്ള പട്ടമെടുത്തണിഞ്ഞ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. അവർ ഈ യുക്തിവാദികൾ എന്ന് സമൂഹം വിശേഷിപ്പിക്കുന്ന എക്സ് മുസ്ലിംസ് ആയിക്കോട്ടെ, നിരീശ്വരവാദികളായിക്കോട്ടെ, അവരുടെ സംഘത്തിനിടയിൽ വലിയ കുത്തിത്തിരിപ്പുകൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാദ്യമായിട്ടല്ല. എ ജബ്ബാറും ലിയാഖത്ത് അലിയും അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്നുള്ളൊരു ആരോപണമല്ല ഞാൻ ഉന്നയിക്കുന്നത്. പക്ഷേ അക്കൂട്ടത്തിൽപ്പെട്ടവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ എ ജബ്ബാറും ലിയാഖത്ത് അലിയും ഇപ്പോൾ ചെയ്യുന്നത്. ആരിഫ് ഹുസൈനെ മാറ്റി നിർത്തുകയോ അകറ്റി നിർത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുവാൻ ശ്രമിക്കുന്നതിലൂടെ. ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എം എൻ കാരശ്ശേരിയുടെ ഭാഗത്തു നിന്നുണ്ടായൊരു പ്രവൃത്തി, അത് തെറ്റോ ശരിയോ എന്നൊന്നും ഞാൻ വിധി പറയുന്നില്ല, അത് പ്രേക്ഷകർ തീരുമാനിക്കുക. യുക്തിവാദികളുടെ ഇടയിൽ അല്ലെങ്കിൽ എക്സ് മുസ്ലിംസിൻ്റെ ഇടയിൽ ഏറ്റവും സമർത്ഥനായ പ്രാസംഗികനായിരുന്ന ഒരു സംവാദകനായിരുന്ന അയൂബ് മൗലവി എന്നുള്ളൊരു വ്യക്തിയെ പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയുടെ പിടികളിലേക്ക് തിരികെ തള്ളിവിട്ടിട്ടുണ്ട്. അയൂബ് മൗലവി പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു മതപണ്ഡിതനായിരുന്നു, ഇസ്ലാം മതപണ്ഡിതനായിരുന്നു. 10ാം ക്ലാസ്സിനപ്പുറം അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു പൊതുവിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇസ്ലാം മതത്തിൽ അറബി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നല്ല പാണ്ഡിത്യമാണ്, ഇസ്ലാം മതഗ്രന്ഥങ്ങളെക്കുറിച്ച് നല്ല പാണ്ഡിത്യമാണ്. ചില അറബികളുമായിട്ടുള്ള സഹവാസത്തിൻ്റെ കാരണമായിട്ട് ഇസ്ലാം മതത്തിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും തീവ്ര വിമർശകരിലൊരാളായി കേരളത്തിൽ അദ്ദേഹം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു. ആ പുസ്തകത്തിന് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് ആമുഖം എഴുതാൻ, അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്, ആമുഖം എഴുതാനായി കാരശ്ശേരിയെ ഇദ്ദേഹം സമീപിച്ചു. കാരശ്ശേരി അതിന് അനുവാദം കൊടുത്തു. ഇദ്ദേഹം തന്നെ എഴുതി തയ്യാറാക്കിയൊരു ആമുഖം കാരശ്ശേരിക്ക് അയച്ചു കൊടുത്തു. കാരശ്ശേരിയുടെ സമയക്കുറവ് കാരണം കാരശ്ശേരി അത് തത്വത്തിൽ തിരികെ ഇമെയിലൊന്നും ആയിട്ടല്ല, വാക്കാൽ അംഗീകരിച്ചു. ഇദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാരശ്ശേരി പെട്ടെന്ന് DC ബുക്സാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാരശ്ശേരി ഈ ആമുഖത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി. ഞാനൊരു മലയാള അധ്യാപകനാണ്, എൻ്റെ ഭാഷ ഇതല്ല, പലരും എന്നെ വിമർശിച്ചു, എങ്ങനെയാണോ ആമുഖം എഴുതുന്നത്, കാരശ്ശേരി മാഷിൻ്റെ ഭാഷയെ അല്ല എന്നുള്ള രീതിയിൽ വലിയ വിവാദം കാരശ്ശേരി ഉയർത്തിവിടുകയും ഇതിന് കേസ് പോകാമെന്ന് അയ്യൂബ് മൗലവിയോട് അദ്ദേഹത്തിനോട് പരിചയമുള്ള അടുപ്പമുള്ള അഭിഭാഷകർ പറഞ്ഞെങ്കിലും അതിനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും സാമ്പത്തികമായ ഒരല്പം പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലാണ് അയ്യൂബ് മൗലവി അക്കാലത്ത് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ എം എൻ കാരശ്ശേരിയുടെ ഭാഗത്ത് നിന്ന് നിയമപരമായിട്ടുള്ളൊരു നോട്ടീസ് വന്നതിനനുസരിച്ച് DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകങ്ങൾ മുഴുവൻ അവരുടെ പുസ്തകശാലകളിൽ നിന്ന് പിൻവലിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 75,000 മുതൽ 1,00,000 രൂപ വരെ, കൃത്യമായിട്ടുള്ള തുക എനിക്ക് ഓർമ്മയില്ല, അയ്യൂബ് മൗലവിക്ക് സ്വന്തം കീശയിൽ നിന്നെടുത്ത് ചിലവാക്കേണ്ടി വന്നു. DC ബുക്സിന് അതിൻ്റെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നത് പോലെ നൽകേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ കരുതിക്കുള്ളൂ. DC ബുക്സിനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലവിലാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഇത്രയും തുക അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വന്നു ഈ പുസ്തകം പിൻവലിക്കലിൻ്റെ ഭാഗമായിട്ട്. അതോടുകൂടി വലിയ കടക്കെണിയിലകപ്പെട്ട അയ്യൂബ് മൗലവിയെ പിന്നെ അദ്ദേഹത്തിൻ്റെ പരിചയക്കാർ കാണുന്നത് കൂലിപ്പണിക്ക് പോയി ജീവിതവൃത്തി നയിക്കുന്ന രീതിയിലാണ്.
അതിനിടയ്ക്ക് എപ്പോഴോ ജമാഅത്തെ ഇസ്ലാമിക്കാർ അദ്ദേഹത്തെ സമീപിക്കുകയും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം വീട്ടുകയും അദ്ദേഹത്തെ വിലക്കെടുക്കുകയും ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ മതപ്രഭാഷകരിൽ ഒരാളായി യുക്തിവാദികൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും സാമാന്യം ഭേദപ്പെട്ട ഒരായുധമായിട്ടും അയ്യൂബ് മൗലവി പൊതുമണ്ഡലങ്ങളിൽ വീണ്ടും കത്തിക്കയറി വരികയാണ്. അദ്ദേഹത്തിനുള്ള ഏക പിന്നടിവ്, അതായത് ഡിസഡ്വാൻറ്റേജ്, അദ്ദേഹം നേരത്തെ ചെയ്തിട്ടുള്ള ഇസ്ലാം വിമർശനങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം അതിനൊരു ന്യായം കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പറഞ്ഞ പാപങ്ങളുടെ എല്ലാം പ്രായശ്ചിത്തമാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സത്വബോധമുള്ളവർ ചില ചതിപ്പണികൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് പ്രായോഗികമാകുമോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ ചിന്തിക്കുക. ഇനി എം എൻ കാരശ്ശേരിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളും മറ്റുമൊക്കെ കാണുക. അദ്ദേഹം എപ്പോഴും ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്നതിലൊരു മൃദുത്വം കാണിക്കും. തന്നെയുമല്ല, ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്ലാം മതത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന തൻ്റെ ഉമ്മയിലുണ്ടായിരുന്ന നന്മകൾ, ആ മതം കാരണമുണ്ടായിരുന്ന നന്മകൾ എന്നോട് പുറത്തു തരണമെന്ന് അറിയാതെ പോലും മനസ്സിലൊരു സ്ത്രീയെ കള്ളി എന്ന് തോന്നിപ്പോയതിന് ആ സ്ത്രീ അല്ല കള്ളി എന്ന് മനസ്സിലായപ്പോൾ വിളിച്ച് മാപ്പ് പറഞ്ഞ് എന്നോട് പുറത്തു തരണം, എൻ്റെ മതവിശ്വാസം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നതെന്നുള്ള രീതിയിൽ പെരുമാറിയ ഉമ്മയെക്കുറിച്ച് മധുരമുള്ള ഓർമ്മകൾ ഒരു കാര്യവുമില്ലാതെ കാരശ്ശേരി അയവിറക്കാറുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സത്വബോധം. എ ജബ്ബാറിനെ പോലുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ വേരോടിയിരിക്കുന്ന ഈ സത്വബോധത്തിനേക്കാൾ കമ്മ്യൂണിസത്തോടുള്ള ചായ്വാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാറിനെ ആരെങ്കിലും ഒരു പോസിറ്റീവ് ഷെയ്ഡിൽ നല്ല വെളിച്ചത്തിൽ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ കൂട്ടത്തിലുള്ളയാളാണെങ്കിൽ പോലും അവരസ്വസ്ഥരാകും. അതിനെതിരെ അവർ രൂക്ഷമായി പ്രതികരിച്ചെന്ന് വരും. ലിയാഖത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലിയാഖത്ത് ആരിഫിൻ്റെ സമകാലീനനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ലിയാഖത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് ഹുസൈനോ ജബ്ബാർ മാഷിനോ ഉള്ളതിൻ്റെ അത്ര പകുതി അറിവ് പോലും ലിയാഖത്തിനില്ല. ലിയാഖത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്യാവശ്യം സംസാരിക്കാനറിയാം, ഭാഷയുണ്ട് കയ്യിൽ, മലയാളം മാത്രം. ആരിഫിനാകട്ടെ ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ വഴങ്ങും, അത്യാവശ്യം ഹിന്ദിയും വഴങ്ങും. പിന്നെ ഈ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവർക്കെല്ലാം അറബിയും അത്യാവശ്യം അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങളുണ്ടെന്ന് കരുതാം. ലിയാഖത്തിൻ്റെ ഈ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനപ്പുറത്തേക്ക് ലിയാഖത്തിന് ഈ മതഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ്, വ്യാഖ്യാനമെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ പരമ്പരാഗതമായിട്ട് ഈ എക്സ് മുസ്ലിംസോ അല്ലെങ്കിൽ യുക്തിവാദികളോ ഇതിനെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്ന അറിവുകളിൽ നിന്ന് എടുത്തുള്ള പ്രയോഗത്തിനപ്പുറത്തേക്ക് സ്വന്തമായിട്ടുള്ള ചിന്തകളും അതിലൊരല്പം നർമ്മം കലർത്തി അതിനെ അവതരിപ്പിക്കുവാനുള്ള ഒരു കഴിവും ഒന്നും ലിയാഖത്തിനില്ല. ആരിഫ് ഹുസൈൻ അത് വേണ്ടുവോളം ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ്റെ പ്രശസ്തി, ഇവരൊരുമിച്ച് തുടങ്ങിയതാണ് ഈ പൊതുമണ്ഡലത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുവാൻ. ആരിഫ് ഹുസൈൻ്റെ പ്രശസ്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. പ്രത്യേകിച്ച് കോയ കോളിംഗ് പോലുള്ള പരിപാടികളിലൂടെ ആരിഫ് ഹുസൈൻ കേരള സമൂഹത്തിന് വളരെയധികം നന്മകൾ ചെയ്തും തുടങ്ങി. ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും വർദ്ധിച്ചു വന്നു. ലിയാഖത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രകടനത്തിന് കാരണം ആരിഫ് ഹുസൈനോടുള്ള അസൂയയാണെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അല്ല, ലിയാഖത്ത് അടിയുറച്ച ധർമ്മബോധത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ നല്ലത്, തുടരുക. ഇടതുപക്ഷ ചായ്വ് കാരണം സ്വന്തം കൂട്ടത്തിലൊരാളെ, അതും ഇസ്ലാം വിമർശകരിൽ ഏറ്റവും പ്രശസ്തനായി നിൽക്കുന്നൊരു വ്യക്തിയെ, ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ ഏറ്റവും ഭയപ്പെടുന്നൊരു വ്യക്തിയെ താറടിച്ച് കാണിച്ച് ഒറ്റപ്പെടുത്തുക. നല്ല കാര്യം, ഇങ്ങനെ തന്നെ വേണം. നാളെ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ, നാളെ അവർ നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങളിതിനെക്കുറിച്ച് ഒരു പക്ഷേ ആലോചിക്കും. ഞാനിതൊരു ശാപമായി പറയുന്നതല്ല. ആരിഫ് ഹുസൈനെ ഒറ്റപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ആരിഫ് ഹുസൈൻ്റെ തടി നോക്കാനറിയാം. പക്ഷേ ആരിഫ് ഹുസൈനോട് UDF അധികാരത്തിൽ വന്നപ്പോഴേ തത്വമയി ന്യൂസ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു: സൂക്ഷിക്കുക, ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിലുള്ള ആഭ്യന്തര വകുപ്പാണ് കേരളത്തിൽ വരുവാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് ആരിഫ് ഹുസൈന് തന്നെ വ്യക്തമായി അറിയാവുന്നതുപോലെ SDPIയോ സിമിയോ പോലെ അല്ല അവർ പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ട് ബൗദ്ധികമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു അനുഭവം ആരിഫ് ഹുസൈൻ ഈ സമീപകാലത്തുണ്ടാവുകയും ചെയ്തു. ആരിഫ് ഹുസൈൻ്റെ ഫോട്ടോയും മറ്റ് വിവരങ്ങളും വെളിപ്പെടുത്തി ഒരു ചർച്ച മീഡിയ മുക്കാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമായ മീഡിയ മുക്കാൽ നടത്തിയതും അങ്ങനെയാണ്. ഇവരെ ഈ വിവരങ്ങൾ പുറത്തുവിട്ട് ഒറ്റയ്ക്കും തെറ്റയ്ക്കും തിരിഞ്ഞു നടക്കുന്ന ലോൺ വുൾഫ് ജിഹാദി കൊലയാളികളെ പ്രോത്സാഹിപ്പിച്ച് വിടും. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കത്തിയെടുത്ത് കുത്തുക,
അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ആരിഫ് ഹുസൈനെ ഉപദ്രവിക്കുക, ശാരീരികമായി ആക്രമിച്ച് ഇല്ലാതാക്കുക, അതിനുള്ള പ്രോത്സാഹനങ്ങൾ അവർ നൽകും. വളരെ അപകടകരമായ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അത് ആരിഫ് ഹുസൈനും വ്യക്തമായിട്ട് അറിയാം. വേണ്ട രീതിയിൽ പരാതികൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള ഒരു ഭീഷണി അദ്ദേഹത്തിൻ്റെ മേൽ നിലനിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഒപ്പം തന്നെ കൂടെ നിൽക്കുന്നു എന്ന് അങ്ങ് കരുതിയിരുന്നവർ ഇപ്പോൾ കാലിൽ ചവിട്ടുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുവാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. അവരിലൂടെയും ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഭീകരവാദ സംഘടനകളുടെ ആക്രമണങ്ങൾ അങ്ങേക്ക് നേരെ ഉണ്ടായേക്കാം. അത് താത്വികമായിട്ടാണെങ്കിലും ഒരു ആശയപരമായിട്ടാണെങ്കിലും ആമാശയപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും, ആരോഗ്യപരം എന്നുള്ളത് ഹെൽത്തി ഡിബേറ്റ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്, അങ്ങയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്രമണമായിട്ടാണെങ്കിലും ഉണ്ടായേക്കാം. സൂക്ഷിക്കുക. ഇനി ഇവരുടെയൊക്കെ സഹവാസം എത്രത്തോളം രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വകാര്യതയിൽ വേണം അല്ലെങ്കിൽ പരസ്യമായിട്ട് വേണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുറപ്പിച്ച് തീരുമാനമെടുക്കുക. എന്തായാലും ഇത്രയും പ്രേക്ഷകരോട് പറഞ്ഞത് ഈ യുക്തിവാദി സംഘം എന്നുള്ളതിനെ അകത്തുനിന്ന് പൊളിക്കുവാനായിട്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് നൊടിയിട മതി എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഇത്തരത്തിലുള്ള തൊഴുത്തിൽ കുത്തുകാരാണ്. ആ തൊഴുത്തിൽ കുത്തിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദന ശക്തിയുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രേരക ശക്തി, അത് പണം മാത്രമായിരിക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സത്വബോധമാകാം, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷം എന്നൊരു വൃത്തികെട്ട ആശയത്തിനുള്ള, കമ്മ്യൂണിസം എന്നുള്ള വൃത്തികെട്ട ആശയത്തോടുള്ള പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ലാത്തൊരു അഭിനിവേശമാകാം, അതിൻ്റെ ആഴത്തിലുള്ള വേരോട്ടമാകാം. രണ്ടായാലും അടിസ്ഥാനപരമായിട്ട് ജബ്ബാറും ലിയാഖത്ത് അലിയും ചെയ്യുന്നത് അവർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവർ മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്ന ആശയത്തിൻ്റെ കടയ്ക്കൽ കത്തിവെച്ച് അതിൽ മെർക്കുറി തേക്കുകയാണ്. ആ മരത്തെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾക്കാണ് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ആരിഫ് ഹുസൈനാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അതോറിറ്റി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആരിഫ് ഹുസൈൻ ഇന്ന് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ആശയത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരിൽ, ഏറ്റവും പ്രശസ്തനായ പ്രചാരകരിൽ ഒരാളാണ്, ഏറ്റവും ചുരുങ്ങിയത് കേരളത്തെ സംബന്ധിച്ചെങ്കിലും. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാതെ പറഞ്ഞു തീർക്കുക എന്നുള്ളൊരു രീതി, അത് നിങ്ങൾക്ക് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് കണ്ടുപഠിക്കാം. കാരണം അത് മാത്രമേ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരേ ഒരു ഗുണാംശമുള്ളൂ. അത് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ നശിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ, അല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ താറടിച്ച് കാണിക്കുവാനുള്ള ശ്രമത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ആശയങ്ങളെ പൊതുമണ്ഡലങ്ങളിൽ, പൊതുമധ്യത്തിൽ താറടിക്കുകയാണ് എന്നുള്ളതാണ് ഈ എളിയവൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആ അഭിപ്രായം സ്വീകരിക്കാം, തള്ളാം. നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് മന്നം ചെയ്യാം, യുക്തി ഉപയോഗിക്കാതെ തള്ളിക്കളയാം. എന്ത് വേണമെങ്കിലും, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതിനപ്പുറത്തേക്ക് നിർബന്ധിക്കുവാൻ ഞാൻ ആളല്ല, എനിക്കതിനുള്ള അവകാശവുമില്ല. പക്ഷെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവകാശങ്ങൾ തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കിടുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.